ചെയ്യാൻ പോകുന്നത് SOP-ലെ മൈക്രോ പ്രൊസസർ മൊഡ്യൂളിലെ 8085-യുടെ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ്. ഓക്കെ, 8085-യുടെ ഇൻസ്ട്രക്ഷൻ സെറ്റ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8085-യുടെ ആർക്കിടെക്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് രജിസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ രജിസ്റ്റേഴ്സിന്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല്, നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് കമാൻഡ്സ് നമ്മൾ കൊടുക്കണം. ഓക്കെ, കമാൻഡ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ നമ്മൾ ആർക്ക് കൊടുക്കണം? നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കണം. ഓക്കെ, എന്നാൽ മാത്രമാണ് ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആഡ്, സബ്സ്ട്രാക്ട് ഇല്ലെങ്കിൽ ആൻഡ്, ഓർ അത്തരത്തിലുള്ള ലോജിക് ഓപ്പറേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രമാണ് എന്ത് ചെയ്യുക? ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഈ ഇൻസ്ട്രക്ഷൻ എന്ന് പറയാ. ഓക്കെ, ഇതിൽ ഒരുപാട് ടൈപ്പ് ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ ഉണ്ട്. അപ്പൊ അതില് നമുക്ക് മേജർ ആയിട്ടുള്ള ഒരു 6 എണ്ണം നോക്കാം കേട്ടോ. ആ 6 എണ്ണത്തിൽ തന്നെ ഒരുപാട് സബ് ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെയാണ് ഒരു പ്രോഗ്രാം റൺ ചെയ്യണത്, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ ഏത് ഇൻസ്ട്രക്ഷൻ ആണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ മേജർ ആയിട്ട് the 8085 microprocessor has a total of 246 instructions which can be classified into the following categories. അപ്പോൾ മേജർ ആയിട്ട് 246 ഇൻസ്ട്രക്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ 6 ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് 8085 മൈക്രോ പ്രൊസസറിൽ ടോട്ടലി 246 ഇൻസ്ട്രക്ഷൻസ് ആണ് ഉള്ളത്. ആ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ എല്ലാം കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 6 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ. ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷനിൽ എത്ര ഇൻസ്ട്രക്ഷൻ ഉണ്ട്? 54 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. 54 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷനിൽ. ഓക്കെ, സെക്കൻഡ് വൺ അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ. അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷനിൽ എത്ര ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്? എത്ര ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് പറഞ്ഞേ? ആരും ഇല്ലേ? അരിത്മെറ്റിക്കൽ ഇൻസ്ട്രക്ഷൻസിൽ എത്ര ഇൻസ്ട്രക്ഷൻ ഉണ്ട്? 34. യെസ്, 34 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ ആണ് 24 ഇൻസ്ട്രക്ഷൻസ്. ആൻഡ് കൺട്രോൾ ഇൻസ്ട്രക്ഷനിൽ 44 ഇൻസ്ട്രക്ഷൻ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷനിൽ 10 ഇൻസ്ട്രക്ഷൻ. ആൻഡ് ഫ്ലാഗ് ഇൻസ്ട്രക്ഷനിൽ 6 ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇങ്ങനെ ടോട്ടൽ. ഇതല്ലാതെ വേറെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് മേജർ ആയിട്ടുള്ളതാണ് ഈ 6 കാറ്റഗറിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി വൺ ബൈ വൺ ഈ ഓരോ ഇൻസ്ട്രക്ഷൻസും നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ. These instructions transfer data between registers, memory or input-output device. Okay, data transfer register എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണത്? ഈ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഡയറക്റ്റ് ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആരൊക്കെ തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്? രജിസ്റ്റേഴ്സ് തമ്മില്, അതുപോലെ മെമ്മറി, അതുപോലെ തന്നെ രജിസ്റ്റേഴ്സും മെമ്മറിയും തമ്മില്, അതുപോലെ തന്നെ രജിസ്റ്റേഴ്സ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് തമ്മില്. നമ്മള് മൈക്രോ പ്രൊസസറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? മൈക്രോ പ്രൊസസറിലെ മേജർ പാർട്സ് ഏതൊക്കെയായിരുന്നു മേജർ പാർട്സ്? ഫസ്റ്റ് വൺ ALU, പിന്നെ രജിസ്റ്റർ അറേ, പിന്നെ ഒരു കൺട്രോൾ യൂണിറ്റ്. ഇത് ചേർന്നതാണ് എന്ത്? മൈക്രോ പ്രൊസസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പുറത്ത് എന്തുണ്ട്? ഒരു മെമ്മറി യൂണിറ്റ് ഉണ്ട്, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, ഒരു മെമ്മറി ഉണ്ട്. ഓക്കെ, ഈ രജിസ്റ്റേഴ്സ് തമ്മിൽ, രജിസ്റ്ററിന് മെമ്മറിയിലേക്കും അതുപോലെ തന്നെ രജിസ്റ്ററിന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിലേക്കും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ആരാണ് യൂസ് ചെയ്യുക? ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ് യൂസ് ചെയ്യുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഓക്കെ, അപ്പൊ ഇവിടെ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് രജിസ്റ്റേഴ്സും മെമ്മറി അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് തമ്മിലാണ്. ഇനി നമ്മൾ ഇതിൽ ഏകദേശം 54 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു.
അതിൽ കുറച്ച് എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൂവ്, MOV. MOV എന്ന് വെച്ച് കഴിഞ്ഞാല് മൂവ് ഡാറ്റ ഫ്രം വൺ രജിസ്റ്റർ ടു അനദർ. ഒരു രജിസ്റ്ററിൽ നിന്ന് മറ്റൊരു രജിസ്റ്ററിലേക്ക് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏത് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുക? MOV, മൂവ് രജിസ്റ്റർ യൂസ് ചെയ്യുക. ഇപ്പൊ രജിസ്റ്റർ അറേ നമ്മൾ പറഞ്ഞില്ലേ, ഇതിനകത്ത് എന്തുണ്ട്? ഒരു സീരീസ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ രജിസ്റ്റർ എ, രജിസ്റ്റർ ബി, രജിസ്റ്റർ സി, അങ്ങനെ നമ്മൾ സീരീസ് ഓഫ് രജിസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത്തരത്തിലുള്ള രജിസ്റ്റർ തമ്മില് എന്തുണ്ടാവുക? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് MOV, മൂവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുക. ഇവിടെ MOV A, B എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, MOV A, B. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് ബിയിലുള്ള ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബിയിലുള്ള കണ്ടന്റ് ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യാണ്? എയിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, മൂവ് A, B എന്ന് പറയുമ്പോൾ എന്താണ്? ബിയിലുള്ള ഡാറ്റയെ നമ്മൾ എയിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, അടുത്തത് MVI. MVI എന്ന് വെച്ച് കഴിഞ്ഞാല് മൂവ് ഇമ്മീഡിയറ്റ് ഡാറ്റ ടു എ രജിസ്റ്റർ. നമ്മൾ MVI കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഡാറ്റ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ രജിസ്റ്ററിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെയുള്ള രജിസ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? A ആണ് രജിസ്റ്റർ. ഓക്കെ, ആ രജിസ്റ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡാറ്റ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യണം. നേരത്തെ കേസിൽ എന്തായിരുന്നു? MOVയുടെ കേസിൽ എന്തായിരുന്നു? ഇവിടെ നമുക്ക് ബിയിൽ ഏതാണ് നമ്മുടെ കണ്ടന്റ് അല്ലെങ്കിൽ ഡാറ്റ എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ബിയിലുള്ള ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം? എയിലേക്ക് മൂവ് ചെയ്യണം. കിട്ടിയോ? ഫോർ എക്സാമ്പിൾ പറയുന്നു, MOV A, B. ഇവിടെ എയിൽ ഒരു ഡാറ്റ ഉണ്ട്, 04H ആണെന്ന് വിചാരിക്കുക. H എന്നുള്ളത് ഹെക്സാ ഡെസിമൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. B എന്ന് പറയുന്നത് 23H ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു, മൂവ് MOV A, B എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ എന്തായി മാറും? 23H ആയിട്ട് മാറും. ഓക്കെ, 23H ആയിട്ട് മാറും. ബിയിലുള്ള കണ്ടന്റ് എയിലേക്ക് മൂവ് ചെയ്തു, ബിയിലുള്ള ഡാറ്റ എയിലേക്ക് മൂവ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് കേസിൽ വരുന്നത്. സെക്കൻഡ് കേസിൽ MVIയിൽ എന്താ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് രജിസ്റ്ററിലേക്ക് ഡാറ്റ മൂവ് ചെയ്യണം. ഓക്കെ, സോ അവിടെ നമ്മൾ എന്താ ഡയറക്റ്റ് ഡാറ്റയാണ് MVIയിൽ തരുന്നത് കേട്ടോ. MVI A, 05H വരുന്നത് എന്താ വെച്ചാല് ഈ 05H എന്ന് പറയുന്നത് ഡയറക്റ്റ് ഡാറ്റയാണ്. ആ ഡയറക്റ്റ് ഡാറ്റയെ നമ്മൾ എയിലേക്ക് മൂവ് ചെയ്യാണ്. എയുടെ കേസ് ഫസ്റ്റ് ഇനീഷ്യൽ കേസിൽ 04H ആണെന്ന് വിചാരിക്കുക. ഈ ഡാറ്റ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം എയുടെ വാല്യൂ എന്ന് പറയുന്നത് A = 05H ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് ആദ്യത്തെ രണ്ട് ഇൻസ്ട്രക്ഷൻ. ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് LXI. LXI എന്ന് പറയുന്നത് ലോഡ് രജിസ്റ്റർ പെയർ വിത്ത് ഇമ്മീഡിയറ്റ് ഡാറ്റ. ഓക്കെ, രജിസ്റ്റർ പെയറുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനറൽ പർപ്പസ് രജിസ്റ്ററിൽ നമ്മൾ BC, DE, HL. ഓക്കെ, ഇതാണ് നമ്മളുടെ മേജർ രജിസ്റ്റർ പെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ മെമ്മറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് HL പെയർ ആണ്. ഓക്കെ, മെമ്മറി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് HL പെയർ ആണ്. ഇവിടെ നമ്മൾ LXI-H എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ HL പെയർ ആണ് നമ്മളുടെ രജിസ്റ്റർ എന്ന് മനസ്സിലാക്കണം കേട്ടോ. അവിടെ H മാത്രമല്ല HL പെയറിനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? അവിടെ ഡിനോട്ട് ചെയ്യണത്. ലോഡ് രജിസ്റ്റർ പെയർ വിത്ത് ഇമ്മീഡിയറ്റ് ഡാറ്റ. ഇവിടെ നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ട് 2050H എന്നുള്ള ഡാറ്റ തന്നിട്ടുണ്ട്. അതിലെ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യാണ്? HL പെയറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ലോഡ് ചെയ്യാണ്. ഓക്കെ, അടുത്ത ടൈപ്പാണ് LDAX, ലോഡ് അക്യൂമുലേറ്റർ ഇൻഡയറക്റ്റ്. ഓക്കെ, നമ്മൾ രജിസ്റ്ററിൽ ഫസ്റ്റ് രജിസ്റ്റർ നമ്മൾ പഠിച്ചത് അക്യൂമുലേറ്റർ ആയിരുന്നു. അക്യൂമുലേറ്റർ ആയിട്ടുള്ള രജിസ്റ്റർ ഏതായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഏത് രജിസ്റ്ററിനെയാണ് നമ്മൾ അക്യൂമുലേറ്റർ എന്ന് പറയാ?
രജിസ്റ്റർ എനെയാണ് നമ്മൾ അക്യൂമുലേറ്റർ എന്ന് പറയാം കേട്ടോ. ലോഡ് അക്യൂമുലേറ്റർ ഇൻഡയറക്റ്റ്. ഇൻഡയറക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് LDAX നമ്മൾ കൊടുത്തു. അപ്പൊ നമ്മൾ AX, ഇൻഡയറക്റ്റ് മീൻസ് ബി ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ബിയിൽ എന്തോ ഒരു ഡാറ്റ ഉണ്ട്, ആ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, അക്യൂമുലേറ്ററിലേക്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ രജിസ്റ്റർ എയിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ ഡാറ്റ ഡയറക്റ്റ് ആയിട്ടല്ല കൊടുത്തിട്ടുള്ളത്. സോ ബി എന്നുള്ള രജിസ്റ്ററിൽ എന്ത് വാല്യൂ ഉണ്ടോ ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, എയിലേക്ക് ലോഡ് ചെയ്യണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡാറ്റ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ LDAയിൽ നിന്നിട്ടുണ്ടാവും. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡാറ്റ ഡയറക്റ്റ് ലോഡിംഗ് ആണെങ്കിൽ LDA 05H നമുക്ക് എന്തായി, നമ്മൾ ഡയറക്റ്റ് ഡാറ്റയാണ് അക്യൂമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യണത്. നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, LDAX നമ്മൾ ഏത് രജിസ്റ്ററിലെയാണോ ആഡ് ചെയ്യേണ്ടത് ആ വാല്യൂ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, ഇനി അടുത്തതാണ് സ്റ്റാക്സ്. STAX, സ്റ്റോർ അക്യൂമുലേറ്റർ ഇൻഡയറക്റ്റ്. സ്റ്റോർ അക്യൂമുലേറ്റർ ഇൻഡയറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർ ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂസ്, നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം, പുറത്തു നിന്ന് ഒരു രജിസ്റ്ററിന് ആഡ് ചെയ്ത് കൊണ്ടുവരണം. സോ ഇവിടെ സ്റ്റാക്സ് ബി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്യൂമുലേറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. എവിടെ നിന്ന്, ബി എന്നുള്ള രജിസ്റ്ററിനാണ്. ഓക്കെ, STAB എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ STA 42H അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ ഡാറ്റ 42H ആണ്, ആ ഡാറ്റ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് അക്യൂമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് എക്സാമ്പിൾസേ എടുത്തിട്ടുള്ളൂ. ഒരു 54 ഇൻസ്ട്രക്ഷൻ നമ്മൾ മേജർ ആയിട്ട് കാണുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സ്റ്റോർ ഡാറ്റ വരിക. ഇൻഡയറക്റ്റ് ആണെങ്കിൽ നമ്മൾ രജിസ്റ്ററിനായിരിക്കും ആഡ് ചെയ്യുക. ഡയറക്റ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ആ ഡാറ്റ ഡയറക്ട്ലി തന്നിട്ടുണ്ടാവും. അടുത്തത് എക്സ്ചേഞ്ച് കണ്ടന്റ്സ് ഓഫ് 2 രജിസ്റ്റർ XCHG. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 രജിസ്റ്റേഴ്സ് ഉണ്ടാവും, എയും ബിയും. അവർ രണ്ടുപേരും തമ്മിലുള്ള ഡാറ്റ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്ചേഞ്ച് ചെയ്യാണ്. ഇനീഷ്യൽ കേസിൽ 23H ആണെന്ന് ഇരിക്കട്ടെ, ഇവിടെ 25H ആണെന്ന് ഇരിക്കട്ടെ. ആഫ്റ്റർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എയിലെയും ബിയിലെയും ഡാറ്റ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്ത് വരും. എയിലെ ഡാറ്റ 25H ആവും, ബിയിലെ ഡാറ്റ 23H ആവും. ഈ കേസുകളിലെല്ലാം, ഈ ഇൻസ്ട്രക്ഷൻസിലെല്ലാം നമുക്ക് ഡാറ്റ ഡയറക്ട്ലി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഒരു രജിസ്റ്ററിൽ നിന്ന് ഒരു രജിസ്റ്ററിലേക്ക്, ഇല്ലെങ്കിൽ രജിസ്റ്റർ ടു മെമ്മറി, ഇല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ നിന്ന് രജിസ്റ്ററിലേക്ക്. ഇങ്ങനെ ഒരു കേസിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയാം, ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ തന്നിരിക്കുന്ന എല്ലാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് പോവാം. അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ്. ദീസ് ഇൻസ്ട്രക്ഷൻസ് പെർഫോം അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ലൈക്ക് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ്. അപ്പൊ അരിത്മെറ്റിക് ഗ്രൂപ്പിൽ വരുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റകൾ തമ്മിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് നടത്താൻ, എന്തെങ്കിലും അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ് അതുപോലെയുള്ള ഓപ്പറേഷൻസ് നടത്താനുള്ള ഇൻസ്ട്രക്ഷൻ ആണ് അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസിൽ വരിക. ഓക്കെ, ഫസ്റ്റ് വൺ ആഡ് ഡാറ്റ ടു അക്യൂമുലേറ്റർ. ഓക്കെ, ഇവിടുത്തെ ഫസ്റ്റത്തെ കേസിൽ എങ്ങനെയാന്ന് വെച്ചാല് നമ്മളുടെ അക്യൂമുലേറ്ററിൽ ഒരു വാല്യൂ ഉണ്ടാവും, ആ വാല്യൂ ബി എന്നുള്ള രജിസ്റ്ററിലെ വാല്യൂവും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ 23, ഇവിടെ 42 ആണെങ്കിൽ നമ്മളെ രണ്ട് വാല്യൂയും കൂടി 23 + 42 അങ്ങനെ രണ്ട് ഡാറ്റയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള സം ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക, ഈ ആഡ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുക. ഓക്കെ, സെക്കൻഡ് വൺ ADI, add immediate data to accumulator. ഓക്കെ,
നമ്മൾ ഏത് കേസിൽ നമ്മൾ നേരത്തെ മൂവും പറഞ്ഞു MVI എന്ന് പറഞ്ഞു, അതായത് ഇമ്മീഡിയറ്റ് മൂവും അതുപോലെ മൂവ് ഡാറ്റയും പറഞ്ഞു. ഓക്കെ, ഇതില് ADI ഇമ്മീഡിയറ്റ് ഡാറ്റ ടു അക്യുമുലേറ്റർ ആവുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർലി ഡാറ്റ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഫസ്റ്റ് കേസിൽ ആഡിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഡാറ്റ സ്പെസിഫൈ ചെയ്തിട്ടില്ല. നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്തത് രജിസ്റ്റർ ആണ്. ഇമ്മീഡിയറ്റ് കേസ് ആവുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റ പ്രോപ്പർ ആയിട്ട് ഏത് ഡാറ്റയാണ് എന്നുള്ളത് നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. ഈ സെക്കൻഡ് കേസിൽ എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ അക്യൂമുലേറ്ററിൽ ഏതാണോ വാല്യൂ അതിന്റെ കൂടെ, ഇപ്പോ അക്യൂമുലേറ്ററിൽ 23 ആണ് നമ്മൾ നേരത്തെ എടുത്തത്, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, 0.5 ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് സെക്കൻഡ് കേസിൽ ആൻസർ കിട്ടാൻ. ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രജിസ്റ്റേഴ്സിലെ ഡാറ്റകൾ തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്. സെക്കൻഡ് കേസിൽ നമ്മൾ ഡാറ്റ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതും അക്യൂമുലേറ്ററിലെ വാല്യൂ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് സെക്കൻഡ് കേസിൽ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഹലോ. അടുത്തത് സബ്സ്ട്രാക്ട് ഡാറ്റ ഫ്രം ദ അക്യൂമുലേറ്റർ. സബ്സ്ട്രാക്ട് ഡാറ്റ ഫ്രം ദ അക്യൂമുലേറ്റർ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് രജിസ്റ്റേഴ്സ് ഉണ്ട്. അക്യൂമുലേറ്റർ രജിസ്റ്റർ A ആണ് നമ്മളുടെ അക്യൂമുലേറ്റർ. സോ സബ് A, B, എയും ബിയും തമ്മിലുള്ള എയിലുള്ള ബിയിലുള്ള ഡാറ്റകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കാണേണ്ടത്. സോ സപ്പോസ് 53H ആൻഡ് 23H ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ സബ്സ്ട്രാക്ട് ഡാറ്റ ഫ്രം ദ അക്യൂമുലേറ്റർ. 53, 23 ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. അടുത്തത് സബ്സ്ട്രാക്ട് ഇമ്മീഡിയറ്റ് ഡാറ്റ ഫ്രം ദ അക്യൂമുലേറ്റർ. ഇമ്മീഡിയറ്റ് ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രജിസ്റ്റർ ആയിരിക്കില്ല, അവിടെ നമുക്ക് ഏത് ഡാറ്റയാണോ കൊടുക്കേണ്ടത് ആ ഡാറ്റ ആയിരിക്കും അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, മറ്റത് രജിസ്റ്ററിലുള്ള ഡാറ്റയെ എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഓപ്പറേഷൻ ചെയ്യാൻ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമ്മുടെ പ്രോപ്പർ ഡാറ്റയെ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും. അപ്പൊ അക്യൂമുലേറ്ററിലുള്ള വാല്യൂവും ഈ തന്നിരിക്കുന്ന ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും നമുക്ക് കാണേണ്ടത്. അടുത്തത് ഇൻക്രിമെന്റ് രജിസ്റ്റർ, അതായത് നമ്മളുടെ INR ഇൻക്രിമെന്റ് നടത്തണമെങ്കിലുള്ള ഇൻസ്ട്രക്ഷൻ ആണ് INR A എന്നുള്ളത്. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അക്യൂമുലേറ്റർ എയിലുള്ള വാല്യൂവിന്റെ +1 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഓപ്പറേഷനിലൂടെ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുക. ഇപ്പൊ 23 ആണെന്ന് വിചാരിക്കാം, 23 + 1 ആയിരിക്കും നമ്മളുടെ റിസൾട്ട് ആയിട്ട് വരിക. ഇൻക്രിമെന്റ് രജിസ്റ്റർ വെക്കുമ്പോൾ INR A കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇൻക്രിമെന്റഡ് വാല്യൂ ആയിരിക്കും നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുക. അടുത്തത് ഡിക്രിമെന്റ് രജിസ്റ്റർ. എക്സാമ്പിൾ DCRA. DCR ആണ് നമ്മളുടെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അക്യൂമുലേറ്ററിന്റെ വാല്യൂല് എന്ത് ചെയ്യും, ഒരു ഡിക്രിമെന്റ് ഉണ്ടാവും. അക്യൂമുലേറ്റർ A -1 ആയിരിക്കും. എയിൽ ഏതാണോ ഡാറ്റ ആ ഡാറ്റ -1 ആയിരിക്കും നമ്മളുടെ റിസൾട്ട് കിട്ടുക. ഓക്കെ, അപ്പോ നമ്മളുടെ ഇത്തരം ബേസിക് ആയിട്ടുള്ള അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ്, അതായത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ് പോലെയുള്ള ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നടത്താനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ത്, അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ. നമ്മളപ്പോ ഏതൊക്കെ ഇൻസ്ട്രക്ഷൻ ഇപ്പൊ പഠിച്ചത്? രണ്ട് ടൈപ്പ് ഇൻസ്ട്രക്ഷൻ പഠിച്ചില്ലേ? ഏതൊക്കെ രണ്ട് ടൈപ്പ് പഠിച്ചേ? അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷനും ആദ്യം പഠിച്ചത് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അടുത്ത ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ഇൻസ്ട്രക്ഷൻ കൊണ്ട് നമ്മൾ ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ് എന്ത് ചെയ്യുക, ക്യാരി ഔട്ട് ചെയ്യുക. ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ് ആൻഡ്, ഓർ, സോർ, ഓർ, നോട്ട് ഗേറ്റുകളൊക്കെ. അപ്പൊ ഇത്തരം ലോജിക്കൽ ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ANA. ANA എന്ന് വെച്ച് കഴിഞ്ഞാല് ആൻഡ് അക്യൂമുലേറ്റർ ആണ്. ഓക്കെ, നമ്മൾ ആൻഡ് ഓപ്പറേഷൻ ചെയ്യാണ്. ANA
ഇവിടെ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവും. ഓക്കെ, ആർ സംതിങ് ആർ ഓർ പി ഒ അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവും. അങ്ങനെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ അക്യൂമുലേറ്ററിൽ ആരാണോ ഉള്ളത് അതും ഈ പി എന്നുള്ള വാല്യൂ തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ നടക്കാനാണ് അവിടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സെക്കൻഡ് കേസിൽ ANI എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ഡാറ്റയാണ് നമ്മൾ ചെയ്യണത്. അതായത് അക്യൂമുലേറ്റർ എയിലുള്ള വാല്യൂവും മറ്റ് ഒരു 0 to H നമ്മൾ ഡാറ്റ ഡയറക്റ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ആണ്. സോ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് നമ്മൾ അവിടെ ഓപ്പറേഷൻ ചെയ്യുന്നത്. സോ അവിടെ പെർട്ടിക്കുലർലി 0 to H എന്നുള്ള ഒരു വാല്യൂ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എയും 0 to Hഉം തമ്മിലുള്ള ആൻഡ് ഓപ്പറേഷൻ ആയിരിക്കും അവിടെ നടക്കുക. അടുത്തത് ഓർ എ. ഓക്കെ, ഓർ അക്യൂമുലേറ്റർ. ഓർ അക്യൂമുലേറ്ററിൽ എന്താണ്? അക്യൂമുലേറ്ററും ഓർ എ ബി ഉണ്ട് എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് ഓപ്പറേഷൻ നടക്കുക. അപ്പോൾ അക്യൂമുലേറ്ററിലുള്ള വാല്യൂവും ബി എന്നുള്ള രജിസ്റ്ററിലുള്ള വാല്യൂവും തമ്മിൽ എന്താണ്? ഒരു ഓർ ഓപ്പറേഷൻ ആണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യണത്. അടുത്തത് ഓർ ഐ, അതായത് ഇമ്മീഡിയറ്റ് ഡാറ്റയാണ്. അവിടെ നമ്മൾ രജിസ്റ്ററിന്റെ സ്ഥാനത്ത് ബിയുടെ സ്ഥാനത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവും, 05H അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അക്യൂമുലേറ്ററിലുള്ള വാല്യൂവും ഈ ഇമ്മീഡിയറ്റ് ഡാറ്റയും തമ്മിലുള്ള ഓർ എക്സ്പ്രഷൻ ആയിരിക്കും, ഓർ കാൽക്കുലേഷൻ ആയിരിക്കും അവിടെ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അടുത്തത് XRA, എക്സ്ക്ലൂസീവ് ഓർ അക്യൂമുലേറ്റർ. ഓക്കെ, ഇത് നമ്മളുടെ സോർ ഗേറ്റ് ഇല്ലേ, XOR സോർ ഗേറ്റ് ആണ് അവിടെ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ അക്യൂമുലേറ്ററും വേറെ ഒരു രജിസ്റ്ററും തമ്മിലായിരിക്കും എന്ത് ചെയ്യുക? ആ ലോജിക്കൽ ഓപ്പറേഷൻ ക്യാരി ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ XRIയിൽ ഇമ്മീഡിയറ്റ് ആയിരിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇൻസ്ട്രക്ഷനിലേക്ക് നമ്മൾ ഡാറ്റ ഡയറക്റ്റ് ആയിട്ടായിരിക്കും ഇൻപുട്ട് കൊടുക്കുക. ഓക്കെ, അവിടെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു രജിസ്റ്ററിലേക്ക് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി ഡാറ്റ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതായിരിക്കും. ഇത്രയാണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ആണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ആയ ആൻഡ്, ഓർ, സ്കോർ, നോട്ട്, ഈ ഇത്തരം ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ക്യാരി ഔട്ട് ചെയ്യുക. ഇതാണ് തേർഡ് വൺ എന്ന് പറയുന്നത്. അടുത്തതാണ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. These instructions control the flow of program execution such as jump, call and return. ഈ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോ ഇവിടെ ഒരു മെമ്മറി, സപ്പോസ് ഇവിടെ കുറെ ഒരു മെമ്മറി ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, മെമ്മറിയുടെ വാല്യൂസ് നമുക്കറിയാം. ഒന്ന് 0000 to FFF and F. നമ്മൾ വാല്യൂസ് പറഞ്ഞിരുന്നപ്പോ നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റില് ന്യൂമറിക്കൽ വാല്യൂല് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇതില് 00040 to FFF വരെ നമുക്ക് നമ്മളുടെ മെമ്മറി ഡാറ്റാസ് ഉണ്ട്. ഇതിൽ നമ്മൾ ഇപ്പൊ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സപ്പോസ് ഫസ്റ്റ് മൂവ് A, B ഒരു ഇൻസ്ട്രക്ഷനിൽ നടന്നു. സെക്കൻഡില് MVI A, D നടന്നു. ഓക്കെ, അടുത്തത് ജംപ് 2000 H. ഈ മൂവ് എന്നുള്ള നടക്കുന്നത് 5000-ലാണെന്ന് വിചാരിക്കാം. നമ്മളുടെ ഡാറ്റ ലൈൻസില് 5000-ലാണ് ഇത് നടക്കുന്നത്. ഇത് 5001-ലാണ്. അടുത്ത ഇൻസ്ട്രക്ഷൻ ജംപ് 2000H. അപ്പോ നമ്മളുടെ വാല്യൂ എന്ത് ചെയ്യും? ഈ 5001-ൽ നിന്ന് അടുത്ത ലൈനിൽ നിന്ന് എന്ത് ചെയ്യും? 2000H-ലേക്ക് ജംപ് ചെയ്യും. ജംപ് ചെയ്തിട്ട് അവിടെയുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ആ ഒരു ലൂപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഒരു റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവും. റിട്ടേൺ ടു 5002. ഓക്കെ, 5002. അപ്പൊ അവിടെ ജമ്പ് ചെയ്തു. ആ ജമ്പ് ചെയ്ത് അവിടെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ അവിടെ ക്യാരി ഔട്ട് ചെയ്തു. പ്രോഗ്രാം എക്സിക്യൂഷൻ കഴിഞ്ഞു. അവർ റിട്ടേൺ ചെയ്തിട്ട് എന്ത് ചെയ്യും? 5002-ലേക്ക് തിരിച്ചെത്തി ഇവിടെ ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെയാണ് ജംപ് ഇൻസ്ട്രക്ഷൻ
ക്യാരി ഔട്ട് ചെയ്യുന്നത്. ജമ്പ് ലൂപ്പ്, ജമ്പ് ടു എ ലേബൽ. അപ്പൊ നമ്മൾ ഇവിടെ ഇൻസ്ട്രക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ എന്തുണ്ടാവും? ഒരു ജമ്പ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. ആ ജമ്പ് കഴിഞ്ഞ് എന്ത് ചെയ്യും? അവിടെ ഏത് ലൈൻസിലാണോ, ഏത് മെമ്മറിയിലാണോ പോയിട്ട് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ആ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്ത് അവിടെ നിന്ന് റിട്ടേൺ ഓപ്ഷൻ കിട്ടി. ആ റിട്ടേൺ ടു ഏത് ഡാറ്റ ലൈനിലാണ്? 5002ലേക്കാണ്. സോ അവർ റിട്ടേൺ ചെയ്ത് 5002ലേക്ക് വരും. തിരിച്ച് എന്ത് ചെയ്യും? നമ്മളുടെ ഈ ലൂപ്പ് ഇൻസ്ട്രക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യും. ഓക്കെ, അതാണ് ജമ്പ് ഇൻസ്ട്രക്ഷന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് ജമ്പ് കൂടാതെ ജമ്പിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് കുറെ മോഡിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റും. അതാണ് ജമ്പ് സെറ്റ്. ജമ്പ് ഇഫ് സീറോ ഫ്ലാഗ് ഈസ് സെറ്റ്. അതായത് സീറോ ഫ്ലാഗ് സെറ്റ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? നമ്മള് ജമ്പ് ചെയ്യുക. അപ്പൊ സെറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ താഴേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാം. അല്ല, സീറോ ഫ്ലാഗ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ, സെറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ? വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ സീറോ ഫ്ലാഗിൽ പോയി നോക്കും, അവിടെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ജമ്പ് ചെയ്യും. സീറോ ഫ്ലാഗില് റീസെറ്റ് ആണ്, റീസെറ്റ് മീൻസ് 0 ആണ് വാല്യൂ എങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ പ്രോഗ്രാം തന്നെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അടുത്തതാണ് JN set. Jump if zero flag is not set. സീറോ ഫ്ലാഗ് നോട്ട് സെറ്റ് ആണ്. നോട്ട് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ജമ്പ് ചെയ്യും, ജമ്പ് ചെയ്യില്ല. നോട്ട് സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ജമ്പ് ചെയ്ത് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് ഏതിലേക്കാണോ ജമ്പ് ചെയ്യേണ്ടത് ആ ഇൻസ്ട്രക്ഷനിലേക്ക് പോയി അവിടെ കംപ്ലീറ്റ് ആ പ്രോഗ്രാമിലേക്ക്, അവിടെ ഏത് ഡാറ്റ ലൈനിലേക്കാണോ അവിടെ പോയി ആ ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് റിട്ടേൺ ഓപ്ഷൻ കിട്ടും. അവിടെ നിന്ന് ആ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഏറ്റവും താഴെ റിട്ടേൺ സിഗ്നൽ ഉണ്ടാവും. ആ റിട്ടേൺ ടു വിച്ച് ഡാറ്റ ലൈൻ ആണ്, ആ ലൈനിലെത്തി ബാക്കിയുള്ള ഫർദർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ജമ്പിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ജമ്പ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് നമ്മളുടെ ആ ഫ്ലോയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ വേറെ വർക്ക് പോയി അതിന് തിരിച്ചു വന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻസ്ട്രക്ഷൻസ് ബാക്കിയുള്ളത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോ ഒരു ജോലി, ഇപ്പൊ നമ്മളൊരു ബുക്ക് വായിക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ ബുക്ക് വായിച്ച് കുറച്ചെത്തി, നമുക്ക് ഇടയിൽ എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ വന്നു, ഇല്ലെങ്കിൽ നമുക്കൊരു ഫോൺ കോൾ വന്നു, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ സ്റ്റോപ്പ് ചെയ്യും. ബുക്ക് വായന അവിടെ സ്റ്റോപ്പ് ചെയ്യും. എന്താണെന്ന് പോയി നോക്കി നമ്മൾ തിരിച്ചു വന്ന് വീണ്ടും ഇത് കംപ്ലീറ്റ് ചെയ്യില്ലേ? അതേപോലെ ഒരു പ്രോസസ്സാണ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസിൽ വരുന്നത്. ഓക്കെ, കിട്ടിയാ? കിട്ടി മാഡം. ഓക്കെ, ഇത് ജമ്പ് പോലെ തന്നെ മറ്റൊന്നാണ് കോൾ എന്നുള്ള ഇൻസ്ട്രക്ഷൻ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂവ് A, B, MVI A,25H, ദെൻ കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കോൾ വരികയാണ്. ഓക്കെ, കോൾ 2020H എന്ന് വരികയാണ്. ഓക്കെ, ഇത് നമ്മൾ എന്താണ്? കോൾ ലൂപ്പാണ്. അതായത് ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു കോൾ വന്നു. കോൾ മീൻസ് ഈ 2020Hലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പോയി അവിടെ എന്താണ് പ്രോഗ്രാം ഉള്ളത് അത് എക്സിക്യൂട്ട് ചെയ്യണം. അവിടെ നിന്നൊരു റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവും, RET റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവും. ആ റിട്ടേൺ ഓപ്ഷൻ കിട്ടിയാൽ മാത്രമാണ് എന്ത് ചെയ്യുക? തിരിച്ച് ഇവിടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം, തിരിച്ച് നമ്മളെ പാരന്റ് ലൂപ്പിലേക്ക് വന്ന് ഫർദർ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്തതാണ് RET റിട്ടേൺ ഫ്രം സബ് റൂട്ടീൻ. അതായത് കോളിൽ നിന്ന് നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ആണ് RET എന്നുള്ളത് കേട്ടോ. അടുത്തത് റീസ്റ്റാർട്ട് ആണ്. റീസ്റ്റാർട്ട് RST5. RST5 എന്ന് പറയുന്നത് നമ്മൾ ഏതാണോ ഓപ്ഷൻ, അതായത് 5ലേക്ക് ചെന്ന് നമ്മൾ ആദ്യം തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്ന, നമ്മൾ പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് RST എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഇതാണ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയണത്. നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് എന്ത് ചെയ്യാണ്, നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷനിൽ കുറച്ച് ലൂപ്പുകൾ ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണതിന്റെ സമയത്ത് അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, വേറെ കുറച്ച് പ്രോഗ്രാംസ് അല്ലെങ്കിൽ വേറെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്ത് തിരിച്ച് വീണ്ടും നമ്മളുടെ പാരന്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ് എന്ത് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ജമ്പ്, കോൾ, റിട്ടേൺ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ പഠിച്ചു. അടുത്തത് അരിത്മെറ്റിക് ഗ്രൂപ്പ് പഠിച്ചു, അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ് പഠിച്ചു, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ പഠിച്ചു, കൺട്രോൾ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ പഠിച്ചു. ഓക്കെ, ബ്രാഞ്ച് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ, അതായത് ഈ കോൾ അതുപോലെ ജമ്പ് ഇതുകൊണ്ട് എന്താണ് നമ്മളുടെ പ്രോഗ്രാം എക്സിക്യൂഷനിൽ ഒരു ബ്രാഞ്ച് ഉണ്ടാവുകയാണ്. അപ്പൊ അതാണ് ഈ കൺട്രോൾ ഇൻസ്ട്രക്ഷനിൽ വരുന്നത്. ഫിഫ്ത്ത് ടൈപ്പ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ. These instructions perform input-output operations with external device. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻ എന്താണ്, നമ്മളുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് നമ്മൾ ഈ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുമ്പോഴുള്ള ഇൻസ്ട്രക്ഷൻ ആണ് എന്ത് ചെയ്യണത്, ഇൻ ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ട് ഔട്ട്പുട്ടിൽ ഇന്ന് ഇൻപുട്ടിലേക്കും ഔട്ട് ഔട്ട്പുട്ടിലേക്കും. ഓക്കെ, ഈ ഇൻസ്ട്രക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മളുടെ ഡാറ്റാസ് പെരിഫറൽ ഡിവൈസസിലേക്ക് എന്ത് ചെയ്യും, പോകും. ഓക്കെ, ഡയറക്റ്റ് ചെയ്ത് പോകും. നമ്മൾ പെരിഫറൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, പെരിഫറൽ ഡിവൈസസ്. അപ്പോൾ ഇന്ന് ആണെങ്കിൽ ഇൻപുട്ടിലേക്ക് വരും, അതുപോലെ ഔട്ട് ആണെങ്കിൽ ഔട്ട്പുട്ടിലേക്കും വരും. അടുത്തതാണ് ഫ്ലാഗ് ഇൻസ്ട്രക്ഷൻ. These instructions manipulate the status flags, carry 0 in the processor. നമ്മൾ സ്റ്റാറ്റസ് ഫ്ലാഗിൽ ക്യാരി ഫ്ലാഗ് ഉണ്ട്, അതുപോലെ 0 ഫ്ലാഗ് ഉണ്ട്, അതുപോലെ A2 A7 A0 to A7 അങ്ങനെയുള്ള അക്യൂമുലേറ്ററിലുള്ള ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ഫ്ലാഗ് രജിസ്റ്റേഴ്സിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യണം, ആ സ്റ്റാറ്റസ് ഫ്ലാഗിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, ഫ്ലാഗ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് സെറ്റ് ക്യാരി ഫ്ലാഗ്, ക്യാരി ഫ്ലാഗ് സെറ്റ് ആണെങ്കിൽ, സെറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാം. STC സെറ്റ് ക്യാരി ഫ്ലാഗ്, സെറ്റ് ക്യാരി ഫ്ലാഗ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാം. അതുപോലെ CMC കോംപ്ലിമെന്റ് ക്യാരി ഫ്ലാഗിനെ കോംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമുക്കിപ്പോ ഫ്ലാഗ് രജിസ്റ്റേഴ്സിലെ ആ വാല്യൂസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു സീരീസ് ഓഫ് ഫ്ലാഗ് ഉണ്ട്, അതായത് സെക്കൻഡ് നമ്മള് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം 5 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ എന്തുണ്ട്, സ്റ്റാറ്റസ് ഫ്ലാഗുകളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇന്റൽ 8085 മൈക്രോ പ്രോസസറിലെ 5 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റസ് ഫ്ലാഗുകളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റസ് ഫ്ലാഗ്. ഓക്കെ, ഫ്ലിപ്പ് ഫ്ലോപ്സ് സെറ്റ് അല്ലെങ്കിൽ റീസെറ്റ് കണ്ടീഷനിലാകുന്ന സമയത്താണ് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള അരിത്മെറ്റിക് അല്ലെങ്കിൽ ലോജിക് ഓപ്പറേഷൻസ് നടക്കുക. ഈ 5 ഫ്ലാഗുകൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരി ഫ്ലാഗ് ഉണ്ട്, 0 ഫ്ലാഗ് ഉണ്ട്, പാരിറ്റി ഫ്ലാഗ്, ഓക്സിലറി ക്യാരി ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്. ഇങ്ങനെയാണ് 5 ഫ്ലാഗുകളുള്ളത്, 5 സ്റ്റാറ്റസ് ഫ്ലാഗുകൾ ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ സെറ്റ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്, വാല്യൂ 1 ആണ്. റീസെറ്റ് ആണെങ്കിൽ അതിന്റെ വാല്യൂ 0 ആയിരിക്കും കേട്ടോ, 0 ആയിരിക്കും. റീസെറ്റ് അല്ലെങ്കിൽ നോട്ട് സെറ്റ്, റീസെറ്റ് അല്ലെങ്കിൽ നോട്ട് സെറ്റ്. ഓക്കെ,
അപ്പൊ STC സെറ്റ് ക്യാരി ഫ്ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരി ഫ്ലാഗിന്റെ വാല്യൂ 1 ആണെങ്കിൽ അവിടെ പോയി നോക്കും. ക്യാരി ഫ്ലാഗിന്റെ വാല്യൂ 1 ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യണം. കോംപ്ലിമെന്റ് ക്യാരി ഫ്ലാഗ് ആണെങ്കിൽ അവിടെ ക്യാരി ഫ്ലാഗിന്റെ വാല്യൂ എന്താണ് അതിന് കോംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള വാല്യൂ വരണം. അതുപോലെ സെറ്റ് സീറോ ഫ്ലാഗ് സെറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സീറോ ഫ്ലാഗിന്റെ വാല്യൂല് പോയിട്ട് എന്ത് ചെയ്യണം? സ്റ്റാറ്റസ് ഫ്ലാഗില് എന്തുണ്ടാവും? സീറോ ഫ്ലാഗ് ഉണ്ടാവും. ആ സീറോ ഫ്ലാഗ് പോയിട്ട് സെറ്റ് ചെയ്യണം. അവിടുത്തെ വാല്യൂ 1 ആക്കണം. അതുപോലെ കോംപ്ലിമെന്റ് സീറോ ഫ്ലാഗിന്റെ സ്ഥാനത്ത് പോയിട്ട് അവിടെ എന്ത് ചെയ്യുക? അവിടുത്തെ വാല്യൂ എന്താണോ അതിനെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു വാല്യൂ അവിടെ കൊടുക്കാം. ഇതാണ് ഫ്ലാഗ് ഇൻസ്ട്രക്ഷൻസ് ഉള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഫ്ലാഗ് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ചുകൂടി ആ ഫ്ലാഗിന്റെ വീഡിയോ കൊണ്ട് പോയി കണ്ടാൽ മതി കേട്ടോ. ഫ്ലാഗ് ഇൻസ്ട്രക്ഷൻസിൽ സ്റ്റാറ്റസ് ഫ്ലാഗ്സിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ പൊസിഷനും എവിടെയൊക്കെയാണ് നമ്മളുടെ ക്യാരി ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ്, ഓക്സിലറി ക്യാരി ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, സൈൻ ഫ്ലാഗ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് സെറ്റും റീസെറ്റും ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ഇൻസ്ട്രക്ഷൻസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അത് ചെയ്യുന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കുന്നതാണ് ഫ്ലാഗ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് മേജർ ടൈപ്പ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് കൂടുതൽ പരിചയമുള്ള ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 200 എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു നമ്മള്? 246 മാം. 246 ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എന്തുണ്ട്? ടോട്ടൽ 8085 ഇൻസ്ട്രക്ഷൻ സെറ്റിലുണ്ട്. അതിൽ മേജർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 6 ടൈപ്പുകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൽ കൂടാതെ ഇതിൽ ഉൾപ്പെടാത്ത കുറച്ച് എണ്ണം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ സിമിലർലി എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യണതും നമ്മൾ പ്രോഗ്രാമിൽ നമുക്ക് ഈസിലി അറിയണതും ഇതൊക്കെ ടൈപ്പാണ്. നമ്മൾ അഡീഷൻ സബ്സ്ട്രാക്ഷന്റെ പ്രോഗ്രാം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് ഇതിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം. മാം നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ഇത്രയും 6 ഇൻസ്ട്രക്ഷൻസും അതിന്റെ ബേസിലുള്ളത് മാത്രം പഠിച്ചാൽ മതിയോ മാം? നമ്മള് ഇത്തരത്തിലുള്ളതാണ് കൂടുതലും ചോദിക്കുക. നമുക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾസ് ചെയ്യാം. അത് എക്സാമ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് ആയിട്ടും അങ്ങനെയുള്ളതൊക്കെ തരാം. ഓക്കെ, ഇതിങ്ങനെ ഒരു സീരീസ് ആയിട്ട് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് കൂടുതൽ വന്നിട്ടുള്ളതും കൂടുതൽ പരിചയമുള്ള ടൈപ്പാണ് ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത്. മാം ഈ മൈക്രോ പ്രോസസറിന് കൂടുതൽ നമുക്ക് പ്രോബ്ലം തന്നെയായിരിക്കോ? പ്രോബ്ലംസും വരാം. ഞാനത് ചിലത് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഒന്നോ രണ്ടോ ടൈപ്പ് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു മൊഡ്യൂളിന് 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 10 മൊഡ്യൂളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സിലബസിൽ വന്നിട്ടുള്ളത്. പക്ഷെ അങ്ങനെ തന്നെ വരുമോ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 8 വരാം, ചിലതിൽ 12 വരാം, അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ കഴിഞ്ഞതില് നമുക്ക് തിയറി ബേസ് ചെയ്തിട്ട് കൂടുതൽ വന്നിട്ടുണ്ട്. പിന്നെ അഡീഷൻ സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ ആ പ്രോഗ്രാമിംഗ് നമ്മൾ പഠിക്കുക. അപ്പൊ നമുക്ക് ഇത് വരില്ല നമുക്ക് പറയാൻ പറ്റില്ല. സിലബസ് എന്ന് എടുത്ത് നോക്കിയാല് അഡീഷൻ സബ്സ്ട്രാക്ഷന്റെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതില്. കണ്ടിരുന്നു. അപ്പൊ നമുക്ക് അവിടെ നിന്നും വരാം, വേറെ ചോദിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ നന്നായി പഠിക്കാം, കൂടുതൽ റിവൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് കൂടുതൽ മെമ്മറിയിൽ നിൽക്കും കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതിൽ ഞാൻ ഇടാത്ത ഇല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എക്സാമിന് ഇടാം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം ക്ലിക്ക് ആവും. ഓക്കെ, ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.